നമസ്കാരം, നന്ദകുമാറാണ്. ഞാൻ എഴുന്നേറ്റപ്പോൾ എൻ്റെ ഫ്രണ്ടുണ്ട് ആഷിക്ക്. അവൻ എനിക്കൊരു വീഡിയോ അയച്ചു തന്നു. ഒരു അമ്മച്ചിയുടെ വീഡിയോ ആണ്. അമ്മച്ചി നല്ല കിട്ടുമായിട്ട് സിങ് ചെയ്തിരിക്കുന്നു. ഭയങ്കരമായിട്ട് ഒരു പാട്ട് പാടിയിരിക്കുന്നു. നല്ല ഫീലുണ്ട്. വെച്ചാൽ ഒരു നല്ല പ്രായമുണ്ട്, നല്ല ഫീലിൽ പാടിയിട്ടുണ്ട്. ഞാനിപ്പം പെട്ടെന്ന് പാട്ട് കേട്ട എക്സൈറ്റ്മെൻറ്റിൽ ഞാൻ അവനെ വിളിച്ചു. എടോ അതേതാണോ അമ്മച്ചി? എടാ അമ്മച്ചി വൺ പൊളിയാണല്ലോ. അയ്യോ അവിടെ ഉണ്ടോ? നമസ്കാരം. നന്നായിട്ട് പാടിയിട്ടുണ്ട് കേട്ടോ. ദേവാ 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 താമരക്കുമ്പിളല്ലോ മമ ഹൃദയം ഇതിൽ തകം സംഗീത മധുപകൽ എങ്ങനെ എടുക്കും ഞാൻ, എങ്ങനെ ഒരുക്കും ഞാൻ, എങ്ങനെ നിന്നാജ നിറവേറ്റും. താമരക്കുമ്പിളല്ലോ മമ ഹൃദയം ഇതിൽ തകം സംഗീത മധുപകരു. കാനനശലഭത്തിൻ കണ്ടത്തിൽ വാസന്ത കകളി നിറച്ചവൻ നീയല്ലോ. നിത്യസുന്ദരമാമി ഭൂലോകവാടിയിൽ ഉദ്യാന പാലകൻ നീയല്ലോ. താമരക്കുമ്പിളല്ലോ മമ ഹൃദയം ഇതിൽ സംഗീത മധു. അടിപൊളി, വളരെ മനോഹരം അമ്മച്ചി. സൂപ്പർ. നിൻ കൽപ്പനയാൽ പൂവനം തന്നിലൊരു പവിര പൂവായി വിരിഞ്ഞു ഞാൻ. രസമുണ്ട് കേൾക്കാൻ. ഓണമില്ലല്ലോ പൂന്തേനുമില്ലല്ലോ, പൂജയ്ക്ക് നീ എന്നെ കൈക്കൊള്ളുമോ. ദേവാ ദേവാ ദേവാ. മനോഹരം. അർത്തുങ്കൽ പള്ളിയുടെ സമീപത്താണ് അമ്മച്ചിയുടെ വീട്. അമ്മച്ചിയുടെ പേരെന്താണ്? എന്റെ പേര് പത്മാക്ഷി. കോമഡി ഫ്ലവേഴ്സിലൊക്കെ പോയതാണ്, പാടിയതാ. സെലിബ്രിറ്റിയാണപ്പം. അമ്മോ എനിക്ക് വയ്യ. ആലപ്പുഴ ജില്ല, അമ്പലപ്പുഴ, എല്ലാ കേരളത്തിൽ എന്നെ അറിയാത്തവരാരും ഇല്ല. ഒരുപാട് കാര്യങ്ങളിലേക്ക് ഒരുപാട് നല്ല നല്ല വേദികൾ കിട്ടി. നന്നായിട്ടിരിക്കട്ടെ അമ്മച്ചി. ഒരുപാട് സന്തോഷം അമ്മച്ചിനെ പരിചയപ്പെട്ടതിൽ. എന്റെ പേര് ആഷിഖ് കേട്ടാ. മുസ്ലിമാണ്. ജാതി മതമൊക്കെ എന്ത് കാര്യമായിരിക്കും അല്ലേ? മുസ്ലിം പള്ളി ഇപ്പൊ എപ്പോഴും ഈ ചേർത്തല മനോരമൊക്കെ പോയി ഇഷ്ടംപോലെ കാശ്. സന്തോഷായിട്ടിരിക്കട്ടെ, പ്രാർത്ഥിക്കുക. ഓക്കെ, വേണ്ടിയാ എല്ലാം നന്നായിട്ട് നടക്കും അമ്മച്ചി. ഓക്കെ, ശരി അമ്മച്ചി. എനിക്ക് ഷോക്ക് കൊണ്ട് തുടങ്ങുമ്പോ അത് കഴിഞ്ഞാൽ പാടാം. ഭക്ഷണം കഴിച്ചായിരുന്നോ? ഒന്നും കഴിച്ചില്ല മോനെ. എന്താ കഴിക്കാത്ത? പൈസ ഒന്നും കിട്ടിയില്ല. ഭക്ഷണം കഴിക്കണോ? അതാണ് ഞാൻ ആരെങ്കിലും ഒക്കെ എനിക്ക് ചോറ് മേടിച്ച് തരുന്നതാണ്, തന്നെ കിട്ടിയില്ല. നോക്കട്ടെ, ഞാൻ വരാം. എന്താണെങ്കിലും എൻ്റെ പരിചയത്തിൽ തന്നെ കുറേ മ്യൂസിക് ഡയറക്ടേഴ്സൊക്കെ ഉണ്ട്. അപ്പം സ്റ്റേജ് പ്രോഗ്രാംസ് ഒക്കെ ഉള്ള ആൾക്കാരൊക്കെ ഉണ്ട്. ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അമ്മച്ചിക്ക് എന്താണെങ്കിലും ഓപ്പർച്യൂണിറ്റി കൊടുക്കുന്നുണ്ടോ. നല്ല ക്ലാരിറ്റി ഉണ്ട്. നല്ല മൈക്കിൻ്റെ അകത്ത് നല്ല സൗണ്ടിലേക്ക് പാടിയാൽ ഇറ്റ്സ് ബെറ്റർ ആയിരിക്കും. ആരെങ്കിലും ഉണ്ടെങ്കിൽ അമ്മച്ചീനെ ഒന്ന് കോണ്ടാക്ട് ചെയ്തിട്ട്, എൻ്റെ കയ്യിൽ നമ്പർ ആഷിക്കിൻ്റെ കയ്യിലുണ്ട്. ഫേസ്ബുക്കിൽ നോക്കിയാൽ അറിയാൻ പറ്റും. രാജേട്ടനൊക്കെ അറിയാം, രാംബിദേവനൊക്കെ അറിയാം. പുള്ളി സിനിമാ സംവിധായകനാണ്. നന്ദകുമാർ ഭയങ്കര പേരുകേട്ട മനുഷ്യനാണ്. അദ്ദേഹത്തിന് ഞാനിപ്പോ അയച്ചു കൊടുത്തു, അമ്മച്ചിയുടെ പാട്ട് ഞാനിപ്പോ അയച്ചു കൊടുത്തു. അപ്പൊ അദ്ദേഹത്തിന്റെ യൂട്യൂബ് ചാനലിൽ കേട്ടിട്ട് ഇപ്പം വൈറലാവും. ഇനി ഇവിടെ സെബസ്ത്യാനിയോസിനെ കാണാൻ വരുന്ന ആൾക്കാർ ചോദിക്കും പത്മാക്ഷാമ എവിടെയെന്ന്. നന്നായിട്ട് പാടിയിട്ടുണ്ട്. ഞാൻ നാട്ടിൽ വരുമ്പോഴത്തേക്ക് നമുക്കൊരു സ്റ്റുഡിയോയിൽ പോയി പാടാം കേട്ടോ. അമ്മച്ചി പോയി പാടുവാ? ഇവിടെ വന്ന് നോക്കിയാൽ പാടുവാ? അമ്മച്ചിയുടെ നമ്പറുണ്ട് സാർ, അത് എൻ്റെ നമ്പർ ഒന്ന് കൊടുത്തേച്ചാൽ മതി. എൻ്റെ നമ്പർ കൊടുത്താലും മതി, എനിക്കൊന്ന് അയച്ചാൽ മതി. ആണല്ലേ? പൊക്കിയെടുക്കാം. അല്ല ഞാനവിടെ കേരളത്തിലല്ലേ, കേരളത്തിൽ വരുമ്പോഴത്തേക്കിനും ഉറപ്പായിട്ട് അമ്മച്ചിനെ വന്ന് കാണാം. അതെ.
അപ്പം ഞാനിങ്ങനെ കോയിൻസിഡൻ്റലി കണ്ട ഇപ്പം ഞാൻ എഴുന്നേറ്റ് വന്നോണ്ടോ അപ്പോൾ തൻ്റെ ഇത് സാധനം കണ്ടു അപ്പം വൻ പുളി.